ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും ക്രിസ്തയേശുവിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ളത് സ്വർഗത്തിൽ നിന്നുള്ള അടിയന്തര കത്ത്. ആധാരവാക്യമായി നമുക്ക് ലഭിച്ചിരിക്കുന്നതായ വേദവാക്യം വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അവനെ കൊടുത്തു. അവൻ അത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ യോഹന്നാനെ പ്രദർശിപ്പിച്ചു. വെളിപ്പാടുകാരൻ യോഹന്നാൻ പത്മോസ് ദ്വീപിലായിരിക്കുന്നതായ സമയത്ത് ഈ ലോകത്തിന് എന്ത് സംഭവിക്കുവാൻ പോകുന്നുവെന്ന് ദൈവം തൻ്റെ ദാസന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഇവിടെ ഇങ്ങനെ പറയുന്നു, യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് ഈ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നതായ ചില കാര്യാദികൾ വേഗത്തിൽ സംഭവിക്കുമെന്ന് തൻ്റെ ദാസനായ വെളിപ്പാടുകാരൻ യോഹന്നാനെ വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഈ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 1-ാം വാക്യം നമ്മോട് ഇങ്ങനെ പറയുന്നത്, ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നതായ സമയത്ത് നമ്മളുടെ കഷ്ടതകൾക്കും പ്രയാസങ്ങൾക്കും ഒരു അറുതി വരികയാണ്. ഇവിടെ ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവിൻ്റെ വെളിപ്പാട് എന്നതാണ് ഇവിടെ നമ്മോട് പറയുന്നത്. അപ്പോകലിപ്റ്റിക്സ് എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനാവരണം ചെയ്യുക, അല്ലെങ്കിൽ വെളിപ്പെടുത്തുക എന്നതാണ്. വെളിപ്പാടുകാരൻ യോഹന്നാനിൽ കൂടെ അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ലോകത്തിൻ്റെ അന്ത്യത്തോടടുത്തിരിക്കുന്നതായ സമയത്ത് എന്ത് കാര്യാദികൾ സംഭവിക്കുമെന്നും അതിനെ നമുക്ക് എങ്ങനെ നേരിടുവാൻ സാധിക്കും എന്നതാണ്. ഇവിടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ അവസാനത്തെ ദൂത് എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 6 മുതൽ 12 വരെയുള്ളതായ വാക്യങ്ങൾ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ ലോകത്തിൻ്റെ 3 ദൂതന്മാർ ഈ ലോകത്തോട് വിളിച്ചു പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനോട് അടുത്തിരിക്കുന്നതായ സമയത്ത് വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവിടെ നമ്മോട് പറയുന്നത് സ്വർഗത്തിൽ നിന്നുള്ള അടിയന്തര കത്ത് എന്നതാണ്. ഈ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നതായ സംഭവ വികാസങ്ങളെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു കാലേക്കൂട്ടി വെളിപ്പാടുകാരൻ യോഹന്നാനിൽ കൂടി നമ്മോട് ഇങ്ങനെ പറയുന്നു. ഇവിടെ നമ്മോട് ഇങ്ങനെ പറയുന്നു, ദൈവം നൽകിയിരിക്കുന്നതായ ചില കാര്യാദികൾ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ ചില സൂചനകളെ കുറിച്ചാണ് ദൈവം ആത്യന്തികമായി നമ്മോട് പറയുന്നത്. ഈ ലോകം അവസാനിക്കുവാൻ പോകുന്നു. ആകയാൽ നമ്മോട് പറയുന്നത് വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. ഇവിടെ ആധാരവാക്യമായിട്ട് നമ്മോട് അവസാനമായി ഇങ്ങനെ പറയുന്നു, തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ യോഹന്നാനെ പ്രദർശിപ്പിച്ചു. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്ന മധ്യസ്ഥൻ നമ്മോട് പറയുന്നത് ഇങ്ങനെയാണ്: ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനോട് അടുത്തിരിക്കുന്നതായ സമയത്ത് കർത്താവായ യേശു ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പന്തിയിൽ പങ്കെടുക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആകയാൽ നമ്മൾ ഒരുക്കമുള്ളവരായി ഈ ലോകത്തിൽ ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അടിയങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന പൊന്നു ദൈവമേ, പൊന്നുനാമത്തിനെ നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, ഈ ലോകത്തിൻ്റെ സംഭവ വികാസങ്ങളെ അടിയങ്ങൾക്ക് മുൻകൂട്ടി അങ്ങയുടെ വീണ്ടും വരവിനായി മുൻകൂട്ടി അവിടുന്ന് കാണിച്ചു തന്നിരിക്കുന്നതായ വൻകൃപയ്ക്കായി നന്ദി അർപ്പിക്കുന്നു. അങ്ങയുടെ വീണ്ടും വരവിനായി ഒരുക്കമുള്ളവരെ കാത്തിരിക്കുവാൻ അങ്ങ് അവിടുന്ന് സഹായിച്ച് അവിടുന്ന് ബലപ്പെടുത്തണമേ. എല്ലാം യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.